സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായി. രാജമിനിസ്റ്റർ ഇന്ന് രാവിലെ കളക്ട്രേറ്റിൽ ഒരു യോഗം ചേർന്നിരുന്നു. റവന്യൂ വകുപ്പാണ് അതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കൂടിയാലോചിച്ച് തന്നെയാണ് അവരോട് സംസാരിച്ചിട്ടുള്ളത്. ആൾക്കൂട്ട കൊലപാതകം എന്ന നിലയിൽ ഇത് വന്നിട്ടുള്ളത്. ആൾക്കൂട്ട കൊലപാതകം എന്ന് സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കില്ല. BJP RSS ക്രിമിനലുകളാണ് അതിൽ മുൻകൈയെടുത്ത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് സുവ്യക്തമാണ്. അങ്ങനെ തന്നെ അത് പറയേണ്ടതുണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ ദിവസമെന്നോണം ആവർത്തിക്കപ്പെടുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ പലതരത്തിലുള്ള പാവപ്പെട്ടവരെയും ജാതി ശ്രേണിയിൽ പിന്നിൽ നിൽക്കുന്നവരെയും കൂട്ടമായി ആക്രമിക്കുന്ന പ്രവണത BJP ശക്തിപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ കണ്ടുവരുന്നതാണ്. അത്തരം അനുഭവങ്ങളുടെ ആവർത്തനമായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുക. തീർച്ചയായും ആ കുടുംബത്തോടൊപ്പമാണ് സർക്കാർ. മുഖ്യമന്ത്രി തന്നെ അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. അവർക്ക് വേണ്ടുന്ന എല്ലാ സംരക്ഷണവും അതുപോലെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും അതോടൊപ്പം തന്നെ വളരെ ഉചിതമായിട്ടുള്ള നഷ്ടപരിഹാരവും നൽകും എന്ന് ഇതിനകം അവരെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരും ഗവർണറും സമവായത്തിൽ പക്ഷേ അതിനെതിരെ വലിയ വിമർശനങ്ങൾ ഇടതുപക്ഷത്തിനുള്ളിൽ തന്നെ ഉയർന്നു വരുന്നത് എന്തുകൊണ്ടാണ്? കീഴ്പ്പെടുകയാണ് എന്നുള്ളത് വരെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല വളരെ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ദേശീയ അന്തർദേശീയ ഗുണനിലവാര പരിശോധനകളിലെല്ലാം മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടം കൂടിയാണിത്. ആ സന്ദർഭത്തിൽ വളരെ കഠിന പരിശ്രമം ചെയ്തു തന്നെയാണ് മികവിൻ്റെ കേന്ദ്രങ്ങളായി നമ്മുടെ സർവകലാശാലകളെ മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ കേരള സർവകലാശാലയ്ക്ക് NAC അക്രഡിറ്റേഷനിൽ A++ ആണ്. മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് A++ ആണ്. ഏറ്റവും ഉയർന്ന ഗ്രേഡാണത്. കാലിക്കറ്റ് സർവകലാശാലയും കാലടി സർവകലാശാലയും കുസാറ്റും A+ ആണ്. സമയബന്ധിതമായിട്ട് പരീക്ഷയും മറ്റ് അനുബന്ധ അക്കാദമിക് ആക്ടിവിറ്റീസും അക്കാദമികേതര പ്രവർത്തനങ്ങളുമെല്ലാം ടൈം ടേബിൾ അനുസരിച്ച് നടത്താൻ കഴിയുന്ന വിധത്തിൽ യൂണിഫൈഡ് അക്കാദമിക് കലണ്ടർ അംഗീകരിച്ച് അതനുസരിച്ച് പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് പോവുകയാണ്. ഇതെല്ലാം നമുക്ക് സാധിച്ചത് വലിയൊരു ടീം വർക്കിൻ്റെയും ശ്രമകരമായ ഇടപെടലുകളുടെയൊക്കെ ഭാഗമായിട്ടാണ്. ആ മുന്നേറ്റത്തെ തമസ്കരിക്കാനുള്ള ശ്രമം ചില ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങളെല്ലാവരും കാണുന്ന കാര്യമാണ്. അത് ഏത് എന്ന് ഇപ്പോൾ പ്രത്യേകം പറയേണ്ടതില്ല. വളരെ പ്രയാസകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൊണ്ടുപോകാനായിട്ട് അതിനെ നല്ല രീതിയിൽ നയിക്കാൻ പിന്തുണ നൽകേണ്ടുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ശ്രമമുണ്ടായി. ആ വിപര്യം എങ്ങനെ തരണം ചെയ്യാമെന്നുള്ള ആലോചന വളരെ സജീവമായി തന്നെ ഞങ്ങൾ നടത്തുകയുണ്ടായി. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വൈസ് ചാൻസലർമാരുടെ നിയമനം മരവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ആ കേസ് നടത്തുന്ന ആ ഒരു ഘട്ടത്തിൽ സമവായം ഉണ്ടാക്കണം എന്ന് സംസ്ഥാന ഗവൺമെൻറ്റിനോടും ചാൻസലറോടും അഭ്യർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ ഒരു ഡയറക്ഷൻ സുപ്രീം കോടതി നൽകിയ പശ്ചാത്തലത്തിൽ ഞാനും രാജീവ് മിനിസ്റ്ററും ബഹുമാനപ്പെട്ട ചാൻസലറെ മുഖ്യമന്ത്രിയുടെ പ്രതിനിധികൾ എന്ന നിലയിൽ സന്ദർശിക്കുകയുണ്ടായി. സാമാന്യം നീണ്ടു നിൽക്കുന്ന സംഭാഷണം നടന്നിട്ടും അതിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് ചാൻസലർ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രി നേരിട്ട് സംഭാഷണത്തിന് വരണമെന്നുള്ളതാണ്. തുടർന്ന് മുഖ്യമന്ത്രി നേരിട്ട് അദ്ദേഹത്തെ സന്ദർശിച്ചു. സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ പാലിക്കുക എന്നുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല സർവകലാശാലകളുടെ സ്റ്റാഗ്നൻ്റായി നിൽക്കുന്ന ഒരവസ്ഥ ഒഴിവാക്കാനും ആവശ്യമായിട്ടുള്ള ഒരു സമന്വയം എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി ചാൻസലറെ കണ്ട് സംസാരിച്ചിട്ടുള്ളത്. ആ സംസാരത്തിൻ്റെ വിശദമായ ഉള്ളടക്കം എനിക്ക് അറിയില്ല. അത് നിങ്ങൾ അവരോട് തന്നെ ചോദിക്കാവും ഉചിതം.
ആ സംഭാഷണത്തിൻ്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന നിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് സമവായത്തിൽ എത്തിച്ചേർന്നു എന്നുള്ളത് സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഈ 3 വർഷത്തെ വഴക്കും 30 ലക്ഷത്തോളം രൂപ ചെലവഴിക്കുകയും ചെയ്ത് ചർച്ചയിലേക്ക് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് സമാധാനപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ അതിന് ആവശ്യമായിരുന്നല്ലോ. അതിൽ നിങ്ങളങ്ങനെ വേവലാതിപ്പെടണ്ട. ഇത് സമവായം ഉണ്ടാകണം എന്നുള്ള ഒരു സന്ദർഭം ഉണ്ടാകണ്ടേ? സമവായം ഇതുവരെ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ലല്ലോ. ചാൻസലർ അതിനൊട്ടും തയ്യാറായിട്ടില്ലല്ലോ. സംസ്ഥാന ഗവൺമെന്റ് പറയുന്നത് ശ്രവിക്കാനോ ഏതെങ്കിലും വിധത്തിൽ അനുരഞ്ജനാത്മകമായ വഴിയിലൂടെ പോകാനോ ചാൻസലർ തയ്യാറായിരുന്നില്ലല്ലോ. എത്രയോ തവണ ഞാനും രാജീവ് മിനിസ്റ്ററും അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ചു. വളരെ വേദനയോടുകൂടി തന്നെയാണ് ഞാനിത് പറയുന്നത്. ഈ കേരളത്തിലെ കുട്ടികളാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നത്. അവർക്ക് ഏറ്റവും മികച്ച അന്തർദേശീയ നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയ്ക്കകത്തും പുറത്തും എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ആ കടമ വളരെ ആത്മാർത്ഥതയോടെയാണ് ഞങ്ങളൊക്കെ ഏറ്റെടുത്തത്. വളരെയധികം ബുദ്ധിമുട്ടി തന്നെയാണ് സർവകലാശാലകൾക്കും കലാലയങ്ങൾക്കും നാക് അക്രഡിറ്റേഷനിലും NIRF റാങ്കിങ്ങിലും എല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന നേട്ടങ്ങൾ ആർജിച്ചത്. 6000 കോടി രൂപ 4 വർഷക്കാലം കൊണ്ട് ഈ ഗവൺമെന്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചു. ഒന്നാമത് പരിഗണന ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകി. ട്രാൻസ്ലേഷണൽ റിസർച്ചിനും ഇന്നൊവേഷൻ, ഇൻക്യുബേഷൻ, സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം ബിൽഡപ്പ് ചെയ്തു കൊണ്ടുവരുന്നതിനുമെല്ലാം സഹായകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി. അതിൻ്റെയൊക്കെ പ്രതിഫലനം നമ്മുടെ കലാലയങ്ങളിൽ ഉണ്ടായി. അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ ഇവിടെ സാധ്യമായി. പാരഡൈം ഷിഫ്റ്റ് എന്ന് തറപ്പിച്ച് പറയാവുന്ന മാറ്റങ്ങൾ ഉണ്ടായി. അല്ല, തുടർന്നങ്ങോട്ട് അനുരഞ്ജനാത്മകമായ നിലയിൽ മുന്നോട്ട് പോകാമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെന്റിന്റെ അങ്ങനെയല്ല, സംസ്ഥാന ഗവൺമെന്റിന്റെ കൂടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലയിലെ നിയമനങ്ങളും മറ്റും കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ ഐക്യത്തിൽ എത്തി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നതായ കാര്യം. ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല. ബഹുമാനപ്പെട്ട ചാൻസലർ അത്തരത്തിലുള്ള ഒരു മനോഭാവത്തിലേക്ക് വരണം എന്ന് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം. കോടതി നിർദ്ദേശം മാത്രമല്ല, മുൻപും നമ്മൾ ഇത് വൈസ് ചാൻസലർമാരുടെ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റിന് അർഹമായൊരു പങ്കുണ്ട്, അവകാശമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് നിരന്തരം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേരളത്തിലെ പൊതുസമൂഹത്തിനും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ നിരന്തരം ചർച്ചകൾക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഞാനും രാജീവ് മിനിസ്റ്ററും നിരവധി തവണ ചാൻസലറെ സന്ദർശിച്ചിട്ടുണ്ട്. വളരെ പുരോഗമനാത്മകമായ ഒട്ടേറെ ഘടകങ്ങൾ ഉൾച്ചേരുന്ന വിദ്യാഭ്യാസ ബില്ലുകളാണ്, ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് അദ്ദേഹം ഒപ്പുവെക്കാതെ പ്രസിഡന്റിന് അയക്കുകയൊക്കെ ചെയ്തത്. യഥാർത്ഥത്തിൽ മാറിയ കാലത്തിനനുസൃതമായ ഒട്ടേറെ പുരോഗമനാത്മകമായ നടപടികൾ ഉൾച്ചേരുന്ന ബില്ലുകളായിരുന്നു അവയൊക്കെ തന്നെ. ആ സാഹചര്യത്തിലൊക്കെ, ആ സന്ദർഭങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് ഞങ്ങൾ മുൻകൈ എടുത്തിട്ടുണ്ട്. സംവാദാത്മകമാകാം, പക്ഷെ വിവാദങ്ങൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഞാൻ ഇക്കാലത്ത് നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. കാരണം സിസ തോമസ് എന്നെ കാണാൻ വന്നിരുന്നു. അവര് സഹകരിക്കുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ നടപ്പാക്കുന്ന പരിഷ്കാരങ്ങളോട് നീതി പുലർത്തുന്ന രീതിയിൽ തന്നെ അവര് ഒപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഇതൊന്നും സബ്ജക്റ്റീവായ കാര്യങ്ങളല്ലല്ലോ, ഇതൊക്കെ ഒബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെക്കാളും അനുഭവ സമ്പത്തുള്ളവരും ഓരോ തീരുമാനത്തിൻ്റെയും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാനുള്ള പക്വതയും ജീവിതാനുഭവങ്ങളുള്ളവരുമൊക്കെ ആയ രണ്ടുപേർ തമ്മിലാണ് സംസാരങ്ങൾ നടന്നിട്ടുള്ളത്. എൻ്റെ അഭിപ്രായം, സംസ്ഥാനത്തിൻ്റെ
നാളത്തെ തലമുറയെയാണ് നമ്മൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അവർക്ക് ഗുണകരമായിട്ടുള്ള നിലയിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാനാണ് നാം ശ്രമിക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളത് കൊടുക്കില്ലെന്ന് എനിക്കറിയില്ല, കേരളത്തിലെ സർവകലാശാലകളുടെയും കലാലയങ്ങളുടെയും ഏറ്റവും മികച്ച സ്വഭാവം എന്ന് പറയുന്നത് അതിൻ്റെ മതേതര സൗഹൃദങ്ങളാണ്, സെക്യുലർ ക്യാരക്ടറാണ്. അത് നിലനിർത്തി മുന്നോട്ട് പോകാനുള്ള കൂട്ടായ ജാഗ്രത നമുക്കുണ്ടാകണം. അതിലെല്ലാവരും ഒപ്പം ഉണ്ടാകണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഈ NEP നടപ്പാക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കൂടെ എതിർത്തിരുന്നു. പക്ഷേ ഈ ശക്തമായി തന്നെ പത്രസമ്മേളനത്തിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയും ഏതുവിധമാണോ UGC ഇതിനു മുൻപ് വളരെ ശക്തമായ നിലയിൽ കേന്ദ്രീകരണ പരിശ്രമങ്ങൾക്ക് ശ്രമം നടത്തിയത്, ആ സന്ദർഭത്തിൽ പ്രതിപക്ഷ ഭരണം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരും സമാന മനസ്കരായിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരും എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള വിപുലമായ ഒരു സമ്മേളനം വിളിച്ചു ചേർക്കാൻ മുൻകൈയെടുത്തത് കേരളത്തിലെ ഗവൺമെൻറ്റാണ്. നിയമസഭാ സമുച്ചയത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ചാണ് വലിയ ജനപങ്കാളിത്തത്തോടു കൂടി ആ കൺവെൻഷൻ നടന്നത്. തുടർന്ന് തെന്നിന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അതുപോലെ ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ സമാന മാതൃകയിലുള്ള കൺവെൻഷനുകൾ നടന്നിരുന്നു. ഞാനും അതിൽ പങ്കാളിയായിരുന്നു. അപ്പോൾ ഈ കാര്യത്തിലും പുതിയ വിദ്യാഭ്യാസ കമ്മീഷനെ നിയോഗിക്കാനുള്ള നീക്കത്തിൽ ഉൾപ്പെടെ അതിനെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ ബാധ്യതയെക്കുറിച്ച് നന്നായി ഞാൻ പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചിരുന്നു. ഓരോ മാധ്യമങ്ങൾ അത് എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ മതി. പരിചയപ്പെടുത്താൻ ഇത് ജോസാണ്, ജില്ലാ പഞ്ചായത്ത് ജോസ് ജെ ചിറ്റിലപ്പള്ളി ജില്ലാ പഞ്ചായത്തിലേക്ക് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ പരിപാടിയുടെ ജനറൽ കൺവീനർ. ഇത് സുധീഷ് ജില്ലാ പഞ്ചായത്തിലേക്ക് കാട്ടൂർ ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം നമ്മുടെ സംഘാടക സമിതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയാണ്. PK ഭരതൻ മാഷ് എഴുത്തുകാരനാണ്, ഇരിങ്ങാലക്കുടക്കാരനാണ്. അദ്ദേഹം നമ്മുടെ ജൂറി കമ്മിറ്റി അംഗം കൂടിയായിട്ട് പ്രവർത്തിച്ചു. ഞങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളും നൽകി വരുന്ന ഗുരുനാഥനാണ് മാഷ്. അതുപോലെ മണികണ്ഠൻ ഏറ്റവും നല്ല നിലയിൽ ഈ പരിപാടികളുടെ കോർഡിനേഷൻ നിർവഹിക്കുന്ന കോർഡിനേറ്ററാണ്, പ്രോഗ്രാം കോർഡിനേറ്റർ. അഡ്വക്കേറ്റ് മണികണ്ഠൻ, അഡ്വക്കേറ്റ് P മണികണ്ഠൻ, PK ഭരതൻ മാഷ്, TK സുധീഷ്. അപ്പൊ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കൊടുക്കുമ്പോ സത്യസന്ധമായ ആത്മാർത്ഥമായി കൊടുക്കുക. ഇതാണ് നമ്മുടെ ഓഫ് ചെയ്യാം. എനിക്കറിയാം, ഇതാണ് നമ്മുടെ ഇതൊന്ന് ഓഫ് ചെയ്ത്. ഇതാണോ?